തൊഴിലാളി പ്രശ്നങ്ങൾ ഇത്രയും ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കുന്ന LDF, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് LDF ഗവൺമെന്റിനെതിരായി LDF-നെതിരായി ഇവിടെ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ തൊഴിലാളി സമരത്തെ കാണാത്തത് എന്താ? നമ്മളെ സമരം പഠിപ്പിക്കുകയാണ് അവർ. തൊഴിലാളി സമരം അവിടെ SUCI എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശാപ്രവർത്തകർ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു സമരം നടക്കുന്നു. ഏതെങ്കിലും മീഡിയ മാധ്യമം ഇപ്പൊ അവിടെ വന്നവരും അക്കാര്യം ഞാൻ വിശദീകരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നാക്കുപഴവ് വരുന്നുണ്ടോ നോക്കാനാ വന്നിരിക്കുന്നത്, അല്ലാതെ പറയുന്നത് സത്യസന്ധമായി നാട്ടുകാരെ കേൾപ്പിക്കാനല്ല. ഇവരാരെങ്കിലും ആ സമരം സംബന്ധിച്ച് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം, ആശാ സമരം, ഇങ്ങനെയാണ് അവരെ അവതരിപ്പിക്കുക. കേരളത്തിൽ 26,300 ചില്ലാനം ആശാ വർക്കേഴ്സ് ഉണ്ട് ടോട്ടൽ. പേർ 14 ജില്ലകളിലായി ജോലി ചെയ്യുന്ന ആശാ വർക്കേഴ്സ്. 26,125 ആശാ വർക്കേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രഭാവതി ഉണ്ട്. ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതാവ് ഇവിടെ ഉണ്ട്. ഈ 26,125 പേരിൽ ഇന്നലെ ജോലിക്ക് ഹാജരാകാത്തവർ 324 പേരാണ്. 324 പേർ കേരളത്തിൽ ഇന്നലെ ജോലിക്ക് ഹാജരാവാത്ത, ബാക്കിയുള്ളവരെല്ലാം ജോലിക്ക് ഹാജരായിട്ടുണ്ട്. ഈ 324 പേരിൽ ഏതാനും പേരാണ് തിരുവനന്തപുരത്ത് സമരത്തിലുള്ളത്. സത്യസന്ധമായിട്ടാണ് വാർത്തകൾ പറയുന്നതെങ്കിൽ എഴുതുന്നതെങ്കിൽ ഒരു വിഭാഗം ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം എന്ന് പറയണ്ടേ? ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം എന്ന് പറഞ്ഞാൽ എല്ലാ ആശാ വർക്കേഴ്സും ഈ സമരത്തിലാണ് എന്ന തോന്നൽ ഉണ്ടാക്കലല്ലേ ഇങ്ങനെ വാർത്തയിൽ വായിക്കുകയും പറയുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം? അത് സത്യസന്ധമല്ലല്ലോ, തെറ്റിദ്ധാരണ സൃഷ്ടിക്കലല്ലേ ബോധപൂർവം. ഇതാരെ സഹായിക്കാൻ വേണ്ടിയാ? ആശാ വർക്കേഴ്സിനെ സഹായിക്കാനാണ്. ആശാ വർക്കേഴ്സ് ഉൾപ്പെടെ തൊഴിലാളികൾ നടത്തുന്ന ഏതെങ്കിലും സമരത്തോട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം എടുക്കുന്ന നിലപാടെന്താ? 2 വർഷം മുമ്പ് കഴിഞ്ഞ ദേശീയ പണിമുടക്ക് ഓർമ്മയില്ലേ? 2 വർഷം മുമ്പ് ദേശീയ പണിമുടക്കാണെന്ന്. ആ ദേശീയ പണിമുടക്ക് ദിവസം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പണിമുടക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വണ്ടിയെടുത്ത് സമരക്കാരെ പരിഹസിച്ചു. അതിന്റെ ഭാഗമായി അവിടെ ചില കശപിശകൾ ഉണ്ടായി. ആ സംഭവത്തെ ആസ്പദമാക്കി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യ മാധ്യമം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളം മുഴുവൻ പണിമുടക്കി സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലുണ്ടായ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ ആസ്പദമാക്കി ആ സമരത്തെ അധിക്ഷേപിക്കുക, ആ വസ്തുത പറയാൻ ആർക്കും അവകാശമുണ്ട്. ഇനി ഒറ്റപ്പെട്ടതായാലും അയാൾക്ക് ജോലിക്ക് പോകാനും സമരത്തെ വെല്ലുവിളിക്കാനും സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ പറയാനും അവകാശമുണ്ട്. അതിനൊന്നും ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ വളരെ പരിഹാസ്യമായ നിലയിൽ, അധിക്ഷേപാർഹമായ നിലയിൽ ആകെ ഈ സമരം അന്ന് ജോലിക്ക് പോയ ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജോലിക്കുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത്.